വയനാട്ടിൽ 1 വീക്കായിട്ട് നല്ല മഴയാണ്, അറിയാലോ. കളക്ടർ എല്ലാ സ്കൂൾക്കും മദ്രസിനൊക്കെ അവധി കൊടുത്തൊരു സ്ഥലത്തിലൊന്നാണല്ലോ നമ്മളെ വയനാട്. സൺഡേ എന്തോ കുറച്ചൊരു വെളിച്ചം കിട്ടി, ഒരു നല്ല മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് കിട്ടി, കുറച്ച് കാറ്റുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ തക്കം നോക്കി എന്തിനിറങ്ങി, ഞങ്ങൾ വേഗം വിളവെടുക്കാം, എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ തലേന്നത്തെ കാറ്റിൽ കടച്ചക്കയും എന്തൊക്കെയോ വീഴുന്നൊച്ച കേട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ മറ്റേ കത്തി കൊണ്ടുപോയിട്ട് എനിക്ക് തല്ല് കിട്ടിയില്ല എന്നുള്ളൂ. പിന്നെ ഞാൻ വേറെ നല്ല കത്തി കൊണ്ടുപോയിട്ട് എനിക്ക് ചക്ക വെട്ടി തന്നു. ഉപ്പയാണ് ചക്ക വെട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ചക്കയെ സേഫായിട്ടൊരു ഭാഗത്ത് കൊണ്ടുവച്ചു. അതിൻ്റെ വരെ തീരുമാനമായി. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു നേരത്ത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൃഷിയായിട്ടുണ്ടായിരുന്നു. ഇത് കരുനാരങ്ങയാണ് നമ്മൾ അച്ചാറിടുന്നത്. ഓൾറെഡി നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറിച്ച് അച്ചാറിടണം. ഒരുപാട് കർമ്മസത്തൈ ഉണ്ട് നമുക്ക്. ഇതൊക്കെ വളർന്നു വരുന്ന ഭാവിയിലെ നമ്മുടെ ബട്ടത്തൈകളാണ്. ഇതെല്ലാം വലുതായിട്ട് വേണം. കുറേ ബട്ടർ ഇനിയും പറിച്ച് തന്നാൻ. ബട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ അവക്കാഡോ ഇംഗ്ലീഷ് പറഞ്ഞാലേ ചിലർക്കൊക്കെ മനസ്സിലാവുള്ളൂ. ഞങ്ങളൊക്കെ അതിന് ബട്ടർ നടും. അത്രയ്ക്ക് പരിഷ്കാരം മതിയെന്ന് വിചാരിക്കും. പിന്നെ ഇതാ ഫുൾ പാഷൻ ഫ്രൂട്ടാണ്. ഞങ്ങളെ തൊടിയിൽ ബാക്കിയുള്ള കായിനേക്കാളും ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് എവിടെ, ഇതിൻ്റെ വേര് എവിടെയെന്നും കൂടെ നമുക്ക് മനസ്സിലാകാത്ത കോലത്തിൽ ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മ ഏത് മരം എടുത്താലും ഇപ്പോൾ അതിൻ്റെ ഇല തപ്പി കണ്ടുപിടിക്കണം. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കഴിഞ്ഞിട്ട് വേണം അത് തപ്പി കണ്ടുപിടിക്കാൻ. ഏതായാലും ഒരുപാടുണ്ടായിരുന്നു. വലിയപ്പോൾ നട്ടതാണ്. മഞ്ഞയുണ്ട്, ചുവപ്പും ഉണ്ട്. രണ്ടും വലുതായിട്ട് നല്ല റെഡ് കളറിലായിട്ട് കിട്ടൂട്ടോ. നല്ല വലിയ കാമ്പുള്ള സാധനമാണ്. ഇത് നമ്മുടെ സ്വന്തം പേരങ്ങൾ ദിവസം വേണ്ടി പറിച്ചു. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നേന്ത്രവാഴയാണ്, കൊഴുതു വെച്ചതാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചായച്ചെടി തോട്ടാട്ടോ ഇത്. ചായച്ചെടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, തേയില. അപ്പം തേയില നമുക്ക് കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്. ഒരുപാട് മലകൾ അത് നിറഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനുണ്ടാവുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യൂ ആണ്. ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിൽ ഈ തളിരില കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് കളർ, ഈ ഡാർക്ക് കളർ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ലൈറ്റ് കളറായിട്ടുള്ള തളിരായിട്ട് വരുന്ന ഇലകൾ എടുത്തു കൊണ്ടുപോയിട്ട് അത് പറിച്ചു കൊണ്ടുപോയിട്ട് അതാണ് നമ്മൾ ഉണക്കി തേയിലയായിട്ടൊക്കെ വരണത്, നമ്മളെ ചായപ്പൊടി. അപ്പോൾ ഇത്രയും പാടുപെട്ടിട്ട് ഈ സാധനം പറിച്ചിട്ടാണ് അത്ര അവർ കൊണ്ടുപോകുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമില്ല ഇലകൾ ഇങ്ങനെ ഇളകുന്നതൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിടെ പോയിട്ട് നോക്കിയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്ന പോലെ ഫീൽ ഉണ്ടാകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇപ്പം പറിച്ച് നോക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ പറിക്കലൊന്നുമില്ല, കാരണം അതവർക്ക് വേണ്ടിയതാണ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ ഇത്രയേ പറ്റുള്ളൂ. ഇത്ര മാത്രം എടുത്തിട്ടാണ് നമ്മളെല്ലാം കൂടെ കൂട്ടി നമുക്ക് ചായ ആക്കുക. വേസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പറിക്കാറില്ല, അത് അവർ പറിക്കുന്നതാണ്. എല്ലാവരും കൂടെ വന്ന് അവർക്കൊരു ഷെഡ്യൂളുണ്ട്, അതിനനുസരിച്ച് അവർ എല്ലാ സ്ഥലത്തുനിന്നും പറിച്ച് കൊണ്ടുപോകും. അപ്പം നെക്സ്റ്റ് സൈക്കിളാകുമ്പോഴത്തേനും ഇവിടെ പിന്നെയും ഇലകൾ തളിർത്തിയിട്ടുണ്ടാവും. ഇതിപ്പം അടുത്തെങ്ങാനും വെട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് മാത്രം ഇല കാണുന്നത്. നെക്സ്റ്റ് സൈക്കിളാകുമ്പോഴത്തേനും അത് ഒരുപാട് ഇല ഉണ്ടാവും. ഇനി നമുക്ക് പറിക്കാനുള്ളത് ബട്ടറായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ കാപ്പി തോട്ടമാണ്. നമുക്ക് കാപ്പി വിളവ് തരുന്ന തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ കൊണ്ട് നട്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ മരമായിട്ട് ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബട്ടർ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ഇടയ്ക്കൊക്കെ വാഴയുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഉള്ളിൽ മരത്തിൻ്റെ ഇത് കാണുന്നത്. എവിടേക്കോ ബട്ടർ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെയൊക്കെ ബട്ടർ ഉണ്ടായിരുന്നു. ഇനി വേറൊരു മരമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അവിടെ നമുക്ക് കൈകൊണ്ടൊക്കെ പറിക്കാൻ പറ്റുന്ന ലൈനിൽ ബട്ടർ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ പറിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. അപ്പം നമ്മളെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ ഈ ജാതിയും കറാമ്പട്ട, കവുങ്ങ്, വാഴ എല്ലാം ഉള്ള തോട്ടമാണ്. നമ്മൾ മെയിൻ കാപ്പിയാണ്. പിന്നെ നമുക്ക് ബാക്കി ഇടവേളയായിട്ട് നമ്മൾ ഓരോരോ കൃഷികൾ അതും ചെയ്യുന്നുണ്ട്. മുരിങ്ങ എല്ലാം ഉണ്ട്. വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. കാപ്പി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാപ്പിയുടെ മരം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ കാപ്പി ഞാൻ നോട്ടിട്ട് വെച്ചതാണ് എനിക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ. നമ്മൾ ഇങ്ങനത്തെ കൊണ്ടുപോയിട്ട് ഇപ്പോഴത്തെ മോഡൽ ഫർണിച്ചർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പറ്റി കുറേ മരങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ, നമുക്ക് കയറുകയൊക്കെ ചെയ്യാം. പണ്ടൊക്കെ അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ കാപ്പിക്കുരു ആകുമ്പോഴാണ് നമ്മളത് പറിച്ചിട്ട് നമ്മൾ വിൽക്കുക, ഉണക്കി വെക്കണം. അതിലുള്ളത് കുരു വേണം. അപ്പം നമ്മൾ ബട്ടർ പറിക്കാനാണ് പോയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. നമ്മൾ ബട്ടറിൻ്റെ മരത്തിലോട്ട് പോയി ബട്ടർ കണ്ടിട്ട് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇവന്തോ ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കിയാൽ അതിനുള്ളിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലുള്ളതായതുകൊണ്ടായിരിക്കാം, നമ്മൾ കെമിക്കൽസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ളിൽ അതിൻ്റെ ഒരു പാടം ഒന്നുമില്ല. നല്ല ബട്ടറായിരുന്നു, നല്ല ക്രീമി ആയിരുന്നു. പരയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോൾ ഇത്രയും ബട്ടറുണ്ട്, എന്തോരമുള്ളത് നോക്കി. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ, നമുക്ക് ഇത്രയും ഒക്കെ പറിക്കാൻ പറ്റി. അതിൻ്റെ ഉള്ളിൽ പൊളിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിലെ ഡോട്ട്സും കാര്യങ്ങളൊന്നുമില്ല, വളരെ നീറ്റായിരുന്നു. പഴുത്തൊന്നെടുത്ത് ഞങ്ങൾ അപ്പം തന്നെ ജ്യൂസ് അടിച്ചു, നമ്മുടെ സ്വന്തം അവക്കാഡോ ജ്യൂസ്. ഓഫ് കോഴ്സ് നമ്മൾ അടിക്കണമല്ലോ, അല്ലാണ്ട് പിന്നെ നമ്മൾ എന്തിനു വെട്ട് പറിക്കണം. മല്ലിയിൽ ഇവിടെ ഉണ്ടായതാണ്, എല്ലാം കാണിച്ചപ്പോൾ അതും കാണിക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് കാണിച്ചതാണ്. എൻ്റെ തണ്ടും വടിയൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇത് ജസ്റ്റ് പറിച്ചു കൊണ്ടുവന്നു, അന്നാമത്തെ ആവശ്യത്തിന് പറിക്കുക, അത് ആഡ് ചെയ്തതാണ്.
ഞങ്ങൾ വേറെ വയലൂടെ തോട്ടത്തിൽ പോയി. അപ്പോഴാണ് ഞങ്ങളെ കഴുങ്ങ് വീണത് കണ്ടത്. ഒരുപാട് അടയ്ക്കയുള്ള മീൻസ് അടയ്ക്കായി വരുന്ന കഴുങ്ങായിരുന്നു. ഇനിയിപ്പോൾ എന്ത് പറയാനാ, അത് പോയിട്ട് പോട്ടല്ലേ, ബാക്കിയുള്ളതിൽ നോക്കാമെന്ന് പറയേണ്ട അവസ്ഥ ആണല്ലേ. മഞ്ഞളാ കുവയോ? എനിക്ക് എത്രയ്ക്കല്ലേ വിവരമുള്ളൂ. അത് കുവയായിരുന്നു കേട്ടോ ഗൈസ്. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് പറിക്കാനാണ് പോയത്. നമുക്ക് ഉള്ളതിൽ നല്ലത് നോക്കിയിട്ട് പറിച്ചിട്ടെടുക്കാം. നിലത്ത് വീണൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ വേഗം പോയി പറിച്ചെല്ലാം കൂടെ സെറ്റാക്കി, എന്നിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുത്തത്. ബാക്കിയൊന്നും നമ്മൾ ഫോൺ എടുക്കാണ്ട് പോയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ച് സ്ഥലത്തുള്ള മാത്രമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴത്ത് ഒരുപാട് വീണെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ പേരമരമാണോ പാഷൻ ഫ്രൂട്ടാണോ എന്ന് ഡൗട്ടുള്ള കോലത്തിലാണ് ഈ മരം ഉള്ളത്. വേറെ പേരയ്ക്കൊന്നും അതിൻ്റെ മുകളിൽ കാണുന്നില്ല, മൊത്തം കാണുന്ന പാഷൻ ഫ്രൂട്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം പറിച്ചു. പിന്നെ അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് പേരമരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിലാണ് നമുക്ക് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, നല്ല കിളികളൊക്കെ കൊത്തി നല്ല റെഡ് കളർ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കി പറിച്ചപ്പോൾ അത് കിളി കൊത്തിയ പോലെ തോന്നി. അപ്പോൾ ഞാനത് വേഗം കളഞ്ഞു. ഇവിടെ വേറെ ഒന്ന് അത് കിളി കൊത്തി ഇട്ടിട്ടുണ്ട്, നല്ല റെഡ് കളറാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അതും എടുക്കില്ല. പിന്നെ ഞാൻ വേറെ ഒന്ന് സൈഡിൽ നോക്കിയപ്പോൾ എനിക്ക് ഒന്ന് കിട്ടി. ഞാൻ നെക്കി നോക്കിയിട്ടാണ് പറിച്ചത്. ചനച്ചതായിരുന്നു അത്. നല്ലത് തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ ആവാനുണ്ട്. റെഡ് കളർ ആവാനുണ്ടായിരുന്നു, ഞെങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പഴുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് പറിച്ച് കഴിക്കാം. നമ്മൾ വേഗം കഴിച്ചു. ഇത് വേറൊരു പേരമരമാണ് കേട്ടോ. ഇത് വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. ഇതും കുഞ്ഞു മരമാണ്, പക്ഷേ അതിൽ നമ്മൾ ഇല കാണാണ്ട് കായ്ക്കാന്ന് പറയില്ലേ, അതുപോലെയാണ് കായ്ച്ചത്. 1-2 കിളികൾ തിന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇത് പറിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിൽ പഴുത്തതൊന്നും കാണുന്നില്ല. ഞങ്ങളെല്ലാവരും പറിച്ച് ഇനി ഫുള്ള് പച്ചയാണ്. അടുത്ത വട്ടം വരുമ്പോൾ പറിക്കാം എന്ന് വിചാരിച്ച് വെച്ചതാണ്. ഒട്ടും ഡിസപ്പോയിൻ്റ് ചെയ്യാത്തൊരു പേരമരം കേട്ടോ ഇത്. എപ്പോൾ വന്നാലും അവർ നമുക്ക് കായ് തരാറുണ്ട്. ഞങ്ങളെപ്പോൾ വരുമ്പോഴും ഇതിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ മാത്രമേ ഉണ്ടാവും. ഇത് വെള്ള കളർ, ഇത് വേറെ മരത്തിൽ നിന്ന് പറിച്ചതാണ്. നമ്മളെ ചുവപ്പും വെള്ളയും ഉണ്ടായിരുന്നു. ഇതൊക്കെ പുതിയതായിട്ട് വെച്ച ബട്ടർ തൈകളാണ്. ഇനി ഇതൊക്കെ വലുതായിട്ട് വേണം നമുക്ക് അടുത്ത സെഷൻ ഓഫ് കിട്ടാൻ. ഇപ്പോൾ നമ്മൾ കുറച്ച് വെച്ച് നോക്കിയപ്പോൾ അത് സക്സസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പിന്നെ വേറെ കുറേ വാങ്ങിയിട്ട് വെച്ചത്. ഞങ്ങൾ പഴഞ്ചക്കയുടെ പ്ലാവാണ്. ഒരുപാട് ചക്കയുണ്ട്, പക്ഷെ മഴ പെയ്തിട്ട് വന്നിട്ട് കേട് വന്നു പോയി. നിങ്ങൾ കുഞ്ഞു ചീനാമുളക് തൈയാണ് കേട്ടോ, ചീന പറങ്കി എന്നൊക്കെയാണ് പറയുക. ഞങ്ങളത് ഇന്നേ പറിച്ചതെന്ന് വെച്ചാൽ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞിട്ട്. ഇതുപോലെ ഒരു 5-6 തൈ ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറിച്ചു. ഇതതുപോലെ വേറെ സ്ഥലത്തുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇതിൻ്റെ മേലെയാണോ താഴെയാണോ പാഷൻ ഫ്രൂട്ട് അധികമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതൊക്കെ ഞാൻ പറിച്ചതാണ്. പിന്നെ കുറച്ച് മേലെയുണ്ട്, അതൊക്കെ നമ്മൾ കീറി പറിച്ചു. ഇത് തക്കാളി കുഞ്ഞു തക്കാളി കേട്ടോ, ചെറിയ തക്കാളി എന്ന് പറഞ്ഞ തക്കാളിയും പിന്നെ കുമ്പളാണെന്നാണ് പറഞ്ഞതിൻ്റെ ഒരു വിശ്വാസം. ഏതായാലും മഴയൊക്കെ കിട്ടിയോണ്ട് അതെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഈ വാഴയുടെ കൂമ്പ് നമ്മളിപ്പോൾ വെട്ടിയിട്ടേ ഉള്ളൂ. അത് അവിടെ നിന്ന് വെട്ടിയതാണ്, നിലത്ത് വീണു, ഞാനത് എടുത്തതാണ്. ക്ലിപ്പ് മിസ്സായിപ്പോയി. വെട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കടച്ചക്ക വീണു എന്ന് പറഞ്ഞത് നോക്കാൻ പോയത്. നമ്മളെ വലിയ മരമായിരുന്നു, ഭയങ്കര നല്ല മരമായിരുന്നു, പക്ഷെ വീണു. എന്ത് ചെയ്യാനല്ലേ. 2 ദിവസം മുമ്പത്തെ കാറ്റിൽ വീണതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര കാറ്റുണ്ടായിരുന്നു, അതിലാണ് എല്ലാ മരങ്ങളൊക്കെ വീണു. പക്ഷെ ഇത് വലിയതായതുകൊണ്ട് നല്ല കായൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ മരമായിരുന്നു, ഒരുപാട് കായും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടി എന്താ ചെയ്യുക എന്ന ഐഡിയ ഇല്ല. ഞങ്ങളേതായാലും ഒരു ഇതെല്ലാം പറിച്ചെടുത്തു. മൂത്തെന്ന് തോന്നിയതൊക്കെ പറിച്ചെടുത്തിട്ട് ഇനി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞങ്ങളിങ്ങനെ പൊട്ടിച്ചെടുത്തു. അല്ലാണ്ട് ഇപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല. ഇതിനിപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ടി വരും. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതിങ്ങനെ നേരെ കൊണ്ടിട്ട് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് വെക്കായിരുന്നു. കാരണം കടപുഴകി വീണതാണല്ലോ, അപ്പോൾ നമുക്ക് വേണേൽ വെക്കാം. പക്ഷെ പറ്റില്ല, ചുറ്റും മരമൊക്കെയാണ്, നമുക്ക് പൊന്തിച്ചെടുക്കാനും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഇനി എന്തായാലും വേറെ ഒന്നും നടുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇത് നല്ല രസമുണ്ടായിരുന്നുണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ. നമ്മളിങ്ങനെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പൊട്ടിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. അല്ലാണ്ട് എനിക്ക് വേറെ ക്യാമറമാനൊന്നും ഞാൻ ഒപ്പിച്ചില്ല, സോറി. അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടി പറിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുവിധം കണ്ണ് കാണുന്നതെല്ലാം ഞങ്ങൾ പറിച്ചു. മൂത്തത് നോക്കി പറിച്ചു, ഇളയതൊന്നും പറിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതെന്തോ ചെയ്യാൻ പറ്റുമോ, ആ മരം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള ഐഡിയ നമുക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ചാൽ അതെല്ലാം പറിച്ച് നമ്മളൊരു സ്ഥലത്ത് കൂട്ടി വെച്ചപ്പോൾ തന്നെ അതിന് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മരത്തിൻ്റെ മുകളിലാണെങ്കിൽ എങ്ങനെ പറിക്കാമെന്ന് ഇവൻ ഞങ്ങൾക്കും അറിയില്ല. നല്ല ഹൈറ്റുള്ള മരമായിരിക്കും. അപ്പോൾ ഇത് വീണതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കടച്ചക്ക ഈസിയായിട്ട് പറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറ്റും.
അപ്പോഴാണ് ഞങ്ങൾ കൂണ് കണ്ടത്. ഞങ്ങളത് പറിച്ചിട്ട് കുറച്ച് അപ്പുറം നോക്കിയപ്പം പിന്നെയും കുറച്ചും കൂടെ കൂണ് കണ്ടു. ആക്ച്വലി ഞങ്ങൾ മഴയായിട്ട് വന്നൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കേട് വന്നുപോയി. ഇതൊക്കെ ചീത്തയായ കൂണുകളാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ ചീത്തയായി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കിട്ടി, പിന്നെ കുറച്ച് ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടു തന്നു. അങ്ങനെ രണ്ടും കൂടിയാണ് നമുക്ക് ഇത്രയും കൂണന്ന് കിട്ടിയത്. വൃത്തിയാക്കിയൊക്കെ വെച്ചത് ഇത്രയും കൂണുണ്ടായിരുന്നു. ഇത് നമ്മുടെ മരവെണ്ടയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വെണ്ടയാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പോലെയും തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു മരവെണ്ട. പക്ഷേ ഇത് കായ്ച്ചിട്ടുമില്ല പൂത്തിട്ടുമില്ല കേട്ടോ. എന്തും പ്രശ്നമാണോ? കുറച്ചൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ അത് കായ്ച്ചിട്ടില്ല. എന്തെങ്കിലും ആരെങ്കിലും പറയണം. പിന്നെ നമ്മളെ തുളസിയാണത്. ഇതൊരു ചീര. ഇത് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാറുണ്ടോ? നമ്മുടെ ചീരയാണ്. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ തണ്ട് ഒന്നായിട്ടാണ് പൊട്ടിക്കേണ്ടത് എന്ന് പറഞ്ഞ് കത്തിയൊക്കെ തന്ന് വിട്ടു. എഗെയിൻ മണ്ടത്തരം. ഞാൻ കുറേ കഷ്ടപ്പെട്ട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൂത്തതായിരിക്കും. ഇലയാണ് വേണ്ടത്. ഇതിന് മേലെന്ന് കത്തി കൊണ്ട് തണ്ട് പൊട്ടിച്ചതാണ് ഇതുപോലെ എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് ഇല കിട്ടും ചെയ്യും. ഇനിയുള്ളത് വട്ടത്തിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇത്രയും പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ടാണ് അത്ര ഉപ്പേരി വെക്കുക. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം. ഇത് ഉപ്പേരിയും കൂണുമാണ് കേട്ടോ. അങ്ങനെ തോട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കാലൊക്കെ കഴിയിട്ടുണ്ട്. മൊത്തമായിട്ട് ചളിയിലൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പാൻ്റ് എല്ലാം നന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രിപ്പ് നോക്കിയിട്ടാണ് ഒരു ആണുങ്ങളെ ചെരുപ്പെടുത്തിട്ടത്. അപ്പം നമുക്ക് പെട്ടെന്ന് വെള്ളം പോലെ ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ വേഗം വീഴില്ല. ഇത് ഇത്രയും പാഷൻ ഫ്രൂട്ട് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മളത് വേഗം ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിക്കുകയായിരുന്നു. മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇത് റെഡാണ്, യെല്ലോ ഓൾസോ വി ഹാവ്. നല്ല പഴുപ്പും നല്ല കാമ്പുമുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അതിന് വേറെ പഞ്ചസാര ഒന്നും ഇവിടെ ആവശ്യമില്ല. ചെറിയ മക്കൾ പോലും അങ്ങനെ കഴിക്കും. നമ്മൾ പഞ്ചസാര ഇട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല സാധനം ഉണ്ടാവും. നല്ല മധുരം നല്ല ടേസ്റ്റുമാണ് ഇവിടെ ഉണ്ടാവുന്നതിന്. ഇത് നമ്മൾ ബംബ്ലിമൂസ് പറിച്ചതാണ്. നമ്മളെ വീട്ടിൽ ഇതിൻ്റെ മരം ഇപ്പം ഇല്ല. നമ്മൾ നട്ടിട്ടുണ്ട്, അത് ഇത്ര ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഇത് പറിച്ചിട്ട് കൊണ്ടുവന്നായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇട്ടതാണ്. നമ്മൾ ശരിക്കും ക്യാച്ച് പിടിച്ചു. ഭയങ്കര ഡയലോഗ് അടിച്ച് ജാടിലിച്ചിങ്ങാണ്ട് കറക്കി കളിക്കുന്നത് നോക്കണ്ട ഗൈസ്. അതെങ്ങാനും വീണ് പോയി അതിൻ്റെ അപ്പുറം പോയിട്ട് എടുക്കേണ്ടി വരും. സോ ഞങ്ങൾ വേഗം ലൊക്കേഷൻ മാറ്റി. ഞങ്ങളുടെ തണ്ണിയിട്ട് തന്നെ മുറിച്ചു. ഇത് കത്തി തട്ടിയ കഴിക്കുന്നൊക്കെ ആദ്യം പറയാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും അങ്ങനെ കാണില്ല. നമ്മളത് തന്നെ വേഗം പൊളിച്ചെടുത്തു. ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇതൊരു ടാസ്ക്കാണ്. നമ്മൾ വരയിട്ടിട്ട് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ തോലെടുത്തിട്ട് പിന്നെ നമ്മൾ നാരങ്ങ പൊളിക്കുന്ന പോലെ പൊളിച്ച് ഓരോ അല്ലിയും അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളും എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴാണ് ഇതാണ് നമുക്ക് തിന്നാൻ കഴിയുക. ഇതും റെഡും വൈറ്റും ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയത് റെഡാണ്. ഞങ്ങളെ വീട്ടിലുള്ളത് വൈറ്റാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇത് നമ്മളിങ്ങനെ അല്ലി കറക്റ്റ് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല രസമാണ്, വിറ്റമിൻ സി റിച്ചാണ്. പക്ഷേ ഞങ്ങളിതിങ്ങനെ കഴിക്കില്ല. ഞങ്ങളിതിങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാൽ അല്ലി ഇങ്ങനെ എടുത്ത് മുളക് പൊടി ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണയോ സുർക്കയോ ഒക്കെ പാർന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുക. അയ്യോ പറയുമ്പോൾ തന്നെ വയലിൽ വെള്ളം വരുന്നു ഗൈസ്. ഇതിൻ്റെ ബാക്കിയുണ്ട്, ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ അന്നത്തെ വിളവെടുപ്പും ഡേയും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ദേശീയ ഭക്ഷണമായ പഴത്തിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുക. താങ്ക്